പൊന്തിയ പല്ലുകൾ കാരണം നിങ്ങൾക്ക് ചിരിക്കാൻ മടിയാണോ? അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ പല്ലുകൾ കറക്റ്റ് ചെയ്യുന്നത്? ഏതാണ് ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ? ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതിനൊക്കെ എത്ര കോസ്റ്റ് വരും എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഐ എം ഡോക്ടർ ഫുലൈലത്ത്, ജനറൽ ഡെന്റിസ്റ്റ് വർക്കിംഗ് ഇൻ UAE. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഈസ് ബ്രേസസ്. എല്ലാവർക്കും അറിയുന്ന പോലെ പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ട് ശരിയാക്കുന്നതാണ് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്. ഇതിൽ തന്നെ പലതരം ബ്രേസസ് അവൈലബിൾ ആണ്. മെറ്റൽ ബ്രേസസ്, സെറാമിക് ബ്രേസസ്, സെൽഫ് ലൈഗേറ്റിംഗ് ബ്രേസസ്, ലിംഗ്വൽ ബ്രേസസ്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ബ്രേസസ് ആണ് ആവശ്യമുള്ളത് എന്നുള്ളത്. ഇനി ബ്രേസസ് ഉപയോഗിച്ചിട്ട് തന്നെ എങ്ങനെയാണ് പല്ല് താഴ്ത്തുന്നത്? അതിലൊരു ഓപ്ഷനാണ് ആർച്ച് എക്സ്പാൻഷൻ. ആർച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്പേസ് ക്രിയേറ്റ് ആവും. ആ സ്പേസിലേക്ക് നമ്മളുടെ പല്ലിനെ താഴ്ത്തും. അതൊരു ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ പ്രോക്സിമൽ സ്ട്രിപ്പിംഗ്. നമ്മളുടെ പല്ലിൻ്റെ ഇടയിൽ ഇച്ചിരി സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇച്ചിരി സ്ട്രിപ്പ് ചെയ്തിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് പല്ല് താത്തുന്നത് സെക്കൻഡ് ഓപ്ഷൻ. വേറൊരു ഓപ്ഷനാണ് മോളാർ ഡിസ്റ്റലൈസേഷൻ. അതായത് നമ്മുടെ ബാക്കിലുള്ള പല്ലിന് പറയുന്ന പേരാണ് മോളാർ. ഈ ബാക്കിലുള്ള പല്ല് പിന്നിലോട്ട് നീക്കിയിട്ട് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടേക്ക് നമ്മുടെ പല്ല് താത്തുന്നതാണ് മോളാർ ഡിസ്റ്റലൈസേഷൻ. എക്സ്ട്രാക്ഷൻ, ഇത് പല്ല് പറിച്ചിട്ട് സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പല്ല് താഴ്ത്തുന്ന പ്രൊസീജിയറാണ് നെക്സ്റ്റ് ഉള്ളത്. ഇതിൽ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യണം എന്നുള്ളത്, എത്ര സ്പേസ് നിങ്ങളുടെ പല്ല് താഴ്ത്താൻ ആവശ്യമുണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇതിലെ മെത്തേഡ് ചൂസ് ചെയ്യുക. എല്ലാവർക്കും ഒരുപോലെ അല്ല, പലർക്കും എമൗണ്ട് ഓഫ് സ്പേസ് ഡിഫറെൻ്റ് ആയിരിക്കും. എത്ര സ്പേസ് കിട്ടിയാലാണ് പല്ല് താത്താൻ പറ്റുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് ഡോക്ടർ ഏത് മെത്തേഡ് വഴിയാണ് നിങ്ങളുടെ പല്ല് താത്താൻ പറ്റുക എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത്. ഈ ട്രീറ്റ്മെൻറ്റിന് എത്ര കോസ്റ്റ് വരും? കറൻ്റ്ലി കേരളത്തിൽ 15K to 40K. ഇത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ റേറ്റ് വരിക. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഓൾമോസ്റ്റ് 15K ആണ്. ഇനി നിങ്ങൾക്ക് ഈ ബ്രേസസ് ഇടാനൊന്നും താല്പര്യമില്ല, എപ്പോഴും ഡോക്ടറെ വന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മടിയാണ് ബ്രേസസ് ഇട്ട് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ നെക്സ്റ്റ് ഓപ്ഷനാണ് ക്ലിയർ അലൈനേഴ്സ്. പേര് പോലെ തന്നെ ഈ അപ്ലയൻസ് ക്ലിയർ ആയിരിക്കും. നിങ്ങളെ പല്ലിൽ വെച്ചതുപോലും പുറത്തുള്ളവർക്ക് മനസ്സിലാവില്ല. പക്ഷേ ക്ലിയർ അലൈനേഴ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ കേസസും നമുക്ക് ക്ലിയർ അലൈനേഴ്സ് വെച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബ്രേസസ് ചെയ്യുമ്പോൾ നമ്മൾ പല്ല് പറിച്ചിട്ട് ചെയ്യുന്ന കേസസ് ഉണ്ട്. ഇത് നമുക്ക് ക്ലിയർ അലൈനേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ കേസല്ല. ഇനി ക്ലിയർ അലൈനേഴ്സിന് എത്ര കോസ്റ്റ് വരും? എത്ര സെറ്റ് ഓഫ് ട്രേ യൂസ് ചെയ്യേണ്ടത് നോക്കിയിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് 45,000 ആണ്. 45,000 ടു പിന്നെ 1 lakh 2 lakh അങ്ങനെ ഇതിൻ്റെ കോസ്റ്റ് കൂടും. എത്ര സെറ്റ് ഓഫ് ട്രേ ഉണ്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ക്ലിയർ അലൈനേഴ്സിന് ബ്രേസസിനേക്കാളും കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അതായത് ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊന്നും നമ്മൾ ഈ ക്ലിയർ അലൈനേഴ്സ് ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ ഫുഡ് കഴിക്കാനും ബ്രേസസിൻ്റെ അത്ര റെസ്ട്രിക്ഷൻസ് വരുന്നില്ല ഇതിൽ. കൂടാതെ നിങ്ങൾ എപ്പോഴും ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ ക്ലിയർ അലൈനേഴ്സിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഇനി ലാസ്റ്റ് ഓപ്ഷൻ വെനീഴ്സ് ആൻഡ് ക്രൗൺസ്. നിങ്ങൾക്ക് പെട്ടെന്നുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് ആവശ്യമുള്ളത്, ഇത്രയും വർഷം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത്രയും ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയതാണ് വെനീഴ്സ് ആൻഡ് ക്രൗൺസ്. ഇതിലും തന്നെ കൂടുതൽ കറക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കൂടുതൽ പ്രൊക്ലിനേഷൻ ഉണ്ടെങ്കിൽ, അതായത് കൂടുതൽ പൊന്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയാക്കാൻ പറ്റിയതല്ല വെനീഴ്സ് ആൻഡ് ക്രൗൺസ്. ചെറുതായിട്ടുള്ള കറക്ഷൻസ് മാത്രമേ നമുക്ക് വെനീഴ്സ് ആൻഡ് ക്രൗൺസ് വെച്ചിട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ. ഈ വെനീർ തന്നെ നമ്മളുടെ പല്ലിൽ ഇത്തിരി ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വെനീർ ഫിക്സ് ചെയ്യുന്നത്. ക്രൗൺ ആണെന്നുണ്ടെങ്കിൽ പല്ലിന് ചുറ്റും ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ക്രൗൺ വെക്കുന്നത്. ചെറിയ കറക്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെനീർ വെച്ച് പറ്റും. ഇനി വെനീർ ആണോ ക്രൗൺ ആണോ ചൂസ് ചെയ്യേണ്ടത്? കൂടുതൽ കറക്ഷൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്രൗൺസ് ആണ് ചൂസ് ചെയ്യുക. എല്ലാ കേസിലും വെനീർ ചൂസ് ചെയ്യാൻ പറ്റില്ല. വീക്ക് ആയിട്ടുള്ള പല്ലാണ് അല്ലെങ്കിൽ കൂടുതൽ ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ പല്ലിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെനീർ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രൗൺ ചൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നത്, ഉള്ളിലുള്ള അലൈൻമെൻറ്റിന് ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. പുറത്തുള്ള കോസ്മെറ്റിക് കറക്ഷൻസ് മാത്രമേ നമുക്ക് ഇതുവഴി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വെനീഴ്സ് ആൻഡ് ക്രൗൺസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരും? ഇതിൽ പറയുന്നത് വെനീഴ്സ് ആണെന്നുണ്ടെങ്കിലും ക്രൗൺസ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആണ്. ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് റേറ്റ് വരുന്നത്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൗൺ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രൗൺസിൽ PFM എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. അതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 3,000 ആണ്. ഇനി അതല്ല വേറെ മെറ്റീരിയൽ സിർക്കോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് വരുന്നത് 6,000 ആണ്. ഇനി വെനീഴ്സ് ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് 7,000 എന്നാണ് തുടങ്ങുന്നത്. അത് മെറ്റീരിയൽസിനനുസരിച്ച് നിങ്ങളുടെ കോസ്റ്റിലും ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗോ ഫോർ ബ്രേസസ്. ബ്രേസസ് എപ്പോഴും ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളെ പല്ലിൽ ഇനാമലിനെ കളയുന്നില്ല. വെനീഴ്സിൽ പക്ഷേ നമ്മൾ വെനീഴ്സ് ആണെങ്കിലും ക്രൗൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനാമൽ ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇനാമൽ ലോസ് വരികയാണ്. പക്ഷേ ബ്രേസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പല്ല് കൺസർവേറ്റീവ് ആയിട്ട് ഇനാമലൊന്നും നഷ്ടപ്പെടാതെ കറക്റ്റായിട്ട് നമ്മളുടെ ഒറിജിനൽ പല്ലിനെ പ്രിസർവ് ചെയ്തിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ഉള്ളത്.
പിന്നെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം റെസ്ട്രിക്ഷൻസ് ഒന്നും വരില്ല. സോ ദ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഫോർ യുവർ കൺസേൺ ഈസ് ഓൾവേസ് ബ്രേസസ് അല്ലെങ്കിൽ അലൈനേഴ്സ്. ഓക്കെ.